നമസ്കാരം. കൂറ് പ്രഖ്യാപിക്കുക. ഇസ്ലാമിക വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണിത്, അല്ലേ? ഒരു നേതാവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയും അനുസരണവും ഉറപ്പിക്കുന്ന ഒരു പ്രതിജ്ഞ. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണിതിൻ്റെ യഥാർത്ഥ അർത്ഥം? ഇതിൻ്റെ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യം എന്തൊക്കെയാണ്? നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമുക്ക് ഖുർആനിലെ ഈയൊരു വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, വിശ്വാസികൾ ഒരു മരച്ചുവട്ടിൽ വെച്ച് പ്രവാചകനോട് പ്രതിജ്ഞയെടുത്തപ്പോൾ അല്ലാഹു അവരിൽ സംപ്രീതനായി എന്ന്. ഈയൊരു ചരിത്ര സംഭവത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഈ ബയ്യത്ത് അഥവാ കൂറ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ? ഇത് വെറുമൊരു വാക്ക് മാത്രമാണോ, അതോ അതിനപ്പുറം വലിയ അർത്ഥങ്ങളുണ്ടോ? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇസ്ലാമിൽ ബയാത്ത് എന്ന് പറയുന്ന ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് നബിയോടുള്ള വിശ്വസ്തതയും അനുസരണവും ഉറപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. ഇതൊരു വെറും വാക്കല്ല, മറിച്ചൊരു വിശ്വാസിയുടെ സമ്പൂർണമായ സമർപ്പണത്തിന്റെ പ്രഖ്യാപനമാണ്. ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചും ഈ കൂറ് പ്രഖ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ രൂപം ഷഹാദയാണ്. അതായത് അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്നും മുഹമ്മദ് നബി അവന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ. ആ നിമിഷം മുതൽ അവരുടെ ജീവിതം ഈ തത്വങ്ങൾക്കനുസരിച്ച് സമർപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ഖുർആനിലെ ആ വാക്യവുമില്ലേ, ആ ചരിത്ര സംഭവത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം. മറച്ചുവട്ടിലെ പ്രതിജ്ഞ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രവാചകൻ അനുയായികൾ നേരിട്ട് കൂറു പ്രഖ്യാപിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നാണിത്. അതുകൊണ്ടുതന്നെ ഇതൊരു ദൈവിക മാതൃകയായി ഇന്നും നിലനിൽക്കുന്നു. ഖുർആനിലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കൂ. ഇവിടെ സ്ത്രീകൾ പ്രവാചകനോട് പ്രതിജ്ഞയെടുക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഈ പ്രതിജ്ഞ എന്നത് വെറുമൊരു പൊതുവായ പ്രഖ്യാപനമല്ല, മറിച്ച് വളരെ വ്യക്തമായ സാമൂഹികവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ അടങ്ങിയൊരു ഉടമ്പടിയാണ്. ശരി, പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ഇത് നേരിട്ട് ചെയ്തു. പക്ഷെ പ്രവാചകന്റെ കാലശേഷം ഈ കൂറു പ്രഖ്യാപനത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു നേതാവില്ലാത്ത സമൂഹം എങ്ങനെയാണ് മുന്നോട്ടു പോകേണ്ടത്? ഈ ചോദ്യങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ എപ്പോഴും വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈയൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത്, ഒരു നേതാവിനോട് പ്രതിജ്ഞ ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് പ്രവാചക വചനങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാം. നോക്കൂ, ഇത് വളരെ ഗൗരവമുള്ളൊരു മുന്നറിയിപ്പാണ്. ശരിക്കും ആലോചിച്ചു നോക്കൂ. ഒരു നേതാവിനോട് കൂറ് പ്രഖ്യാപിക്കാതെ ഒരാൾ മരിച്ചാൽ ആ മരണം ജാഹിലിയ കാലഘട്ടത്തിലെ, അതായത് ഇസ്ലാമിനു മുമ്പുള്ള അജ്ഞതയുടെ കാലഘട്ടത്തിലെ മരണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സാമൂഹിക നേതൃത്വത്തിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന്. ഇതുവരെ നമ്മൾ ചരിത്രമാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കൂറ് പ്രഖ്യാപനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കാം. ഇത് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളെക്കുറിച്ചാണ്. അതായത്, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു നേതാവിനെക്കുറിച്ചും അദ്ദേഹത്തോടുള്ള പ്രതിജ്ഞയെക്കുറിച്ചുമെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരാമർശങ്ങളുണ്ട്. ഈ പ്രവചനമൊന്ന് ശ്രദ്ധിച്ചോ. കിഴക്ക് നിന്ന് കറുത്ത കൊടികളുമായി മഹ്ദി എന്നു പേരുള്ള ഒരു നേതാവ് വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് നിർദ്ദേശം? എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായാലും മഞ്ഞിലൂടെ ഇഴഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തോട് കൂറ് പ്രഖ്യാപിക്കണമെന്നാണ് ഈ പ്രവചനം ആവശ്യപ്പെടുന്നത്. ഇതേ ആശയത്തെ ഉറപ്പിക്കുന്ന മറ്റൊരു പ്രവചനമാണിത്. ഒരുപാട് ദുരന്തങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം ഭൂമിയിൽ നീതി സ്ഥാപിക്കാനായി വരുന്നൊരു നേതാവിനെക്കുറിച്ചാണ് ഇതും സംസാരിക്കുന്നത്. മഞ്ഞുമലകൾക്ക് മുകളിലൂടെ ഇഴഞ്ഞിട്ടാണെങ്കിലും അവരുടെ അടുത്തേക്ക് പോകട്ടെ. ഈയൊരു വാക്യം തന്നെ ആലോചിച്ചു നോക്കൂ. ഭാവിയിൽ വരാനിരിക്കുന്ന ആ പ്രതിജ്ഞ നിറവേറ്റുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അതിനായി എത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ കൂറ് പ്രഖ്യാപനം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമോ ഭാവിയിലെ ഒരു പ്രവചനമോ മാത്രമാണോ? അല്ല. പല വിശ്വാസികളെ സംബന്ധിച്ചും ഇതൊരു സജീവമായ, എന്നും ഓർക്കുന്ന ഒരു പ്രതിബദ്ധതയാണ്. ഒരു ഉദാഹരണം പറയാം. ഷിയാ മുസ്ലിങ്ങൾക്കിടയിൽ ദുആ അഹദ് എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഭാവിയിൽ വരുമെന്നവർ വിശ്വസിക്കുന്ന ഇമാം മഹദിയോടുള്ള തങ്ങളുടെ പ്രതിജ്ഞയും കൂറും എല്ലാ ദിവസവും രാവിലെ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണിത്. കണ്ടില്ലേ, ഈ പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസവും രാവിലെ അവർ തങ്ങളുടെ പ്രതിജ്ഞ പുതുക്കുകയാണ്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതും ഒരിക്കലും വ്യതിചലിക്കാത്തതുമായ ഒരു ഉടമ്പടിയായിട്ടാണ് അവരിതിനെ കാണുന്നത്. അതൊരു നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. ചുരുക്കി പറഞ്ഞാൽ, കൂറ് പ്രഖ്യാപനം എന്നത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കാലഘട്ടത്തിലെ നേതൃത്വത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. തന്റെ കാലഘട്ടത്തിലെ ഇമാമിന് കൂറ് പ്രഖ്യാപിക്കാതെ മരിക്കുന്നവൻ അജ്ഞതയുടെ മരണമാണ് വരിക്കുന്നത് എന്ന ഈ പ്രവാചക വചനം ഈ ആശയത്തിന്റെ ആഴവും പ്രസക്തിയും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.